നമസ്കാരം കേരള ടെക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ തന്നെയാണ്. ഇന്ന് എടുത്തിരിക്കുന്നത് നമുക്ക് ബോട്ടിൻ്റെ റോക്കേഴ്സ് 370 എന്ന് പറയുന്ന അവരുടെ ഒരു പുതിയ മോഡൽ ഹെഡ്ഫോണാണ്. സ്റ്റീരിയോ ഹെഡ്സെറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പാക്കിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു പാക്കിങ്ങിൽ തന്നെ ഇതിൻ്റെ ഒരു ഓവറോൾ ഒരു പ്രോഡക്റ്റിനെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന കളർ വേരിയൻ്റ് എന്ന് പറയുന്നത് ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കോംബോയിൽ വരുന്ന ഒരു വേരിയൻ്റാണ്. അപ്പോൾ ഇതിന് ബ്ലാക്ക് വേരിയൻ്റ് അവൈലബിൾ ആണ്, റെഡും അവൈലബിൾ ആണ്. നമുക്കിത് ഫ്ലിപ്പിലും ആമസോണിലൊക്കെ വാങ്ങാനായിട്ട് സാധിക്കും. ഇതിൻ്റെ മെയിനായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഒക്കെ സൈഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ നാനോ ഡ്രൈവേഴ്സ്, അതായത് നാനോ ഡ്രൈവേഴ്സ് അല്ല വരുന്നത്, ഇതിൽ 40 mm ഡൈനാമിക് ഡ്രൈവേഴ്സാണ് വരുന്നത്. അതുപോലെ 8 hours പ്ലേ ബാക്ക് ടൈം ഉണ്ട്. അത് ഞാൻ Rockerz 400 യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ സെയിം ഒരു ടൈം ലിമിറ്റൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ സൗണ്ട് HD ക്വാളിറ്റിയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ സൈഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഈ ഒരു പാക്കേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനൊരു ബോക്സാണ് കാണുന്നത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 1200-1300 രൂപ സംതിങ് ഒക്കെയാണ്. നമുക്ക് ഫ്ലിപ്പിലും ആമസോണിലും ഞാൻ പറഞ്ഞ പോലെ അവൈലബിൾ ആണ്. അവിടെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ചെറിയ പാക്കേജ് നമുക്ക് ഇതിനകത്ത് കിട്ടും. ഇതിനകത്ത് നോർമലി വരുന്നത് ഒരു ഓക്സ് കേബിളും ഒരു USB കേബിളുമാണ്. പിന്നെ അതിൻ്റെ കൂടെ 2 വാറണ്ടി കാർഡും കാണും, ഒരു സംഭവം യൂസർ മാനുവലൊക്കെ കാണും. പിന്നെ ഒരു ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിനകത്ത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഒക്കെ ഒരു എന്തോ ഒരു മെൻഷനിങ്ങും കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, വല്ല ഇവൻ്റൊക്കെ ആവാം. പിന്നെ ധോണിയൊക്കെ കാണാൻ കണ്ടില്ലേ, ഇങ്ങനൊരു പേപ്പർ അതിനകത്ത് കട്ടിങ് വരുന്നുണ്ട്. പിന്നെ അവരുടെ ഒരു വാറണ്ടി കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു യൂസർ മാനുവലും കാണും. അപ്പോൾ ഓക്കെ, അത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് ജസ്റ്റ് എടുക്കാം. ഇതാണ് നമ്മുടെ ഹെഡ്ഫോണ് നമുക്ക് ഈ ഒരു ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കിങ് വരുന്നത്. വളരെ വെൽ മെയ്ഡ് പാക്കേജ് തന്നെയാണ്, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം വളരെ നല്ല നീറ്റായിട്ടാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബോട്ടിൻ്റെ ഒരുമാതിരിപ്പെട്ട സാധനങ്ങളെല്ലാം ഇങ്ങനെ നല്ല രീതിയിൽ തന്നെയാണ് പാക്ക് ചെയ്ത് വരുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം കണ്ടില്ലേ, നമുക്ക് പ്രോഡക്റ്റ് നമുക്ക് ജസ്റ്റ് പുറത്തേക്ക് എടുക്കുമ്പോൾ ഓൺ ഹാൻഡ് എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ പറയുകയാണെങ്കിൽ നല്ല ലൈറ്റ് വെയിറ്റ് ആണ് പ്രോഡക്റ്റ് വളരെ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. നല്ല രീതിയിൽ കയ്യിൽ ഒതുങ്ങുന്നുണ്ട്. പിന്നെ നമുക്ക് ട്രാവലേഴ്സിനൊക്കെ വളരെ നല്ല കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. പിന്നെ ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യം തോന്നിയത് അത്ര നല്ലൊരു ബിൽഡായിട്ട് തോന്നുന്നില്ല. കാരണം ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റി അത്ര നല്ല രീതിയിൽ എനിക്ക് എനിക്ക് തോന്നുന്നില്ല. കാരണം ആദ്യം മെയിനായിട്ട് തോന്നുന്നത് എൻ്റെ ബമ്പിൻ്റെ അവിടെയാണ്, അതായത് നമ്മുടെ ഇയർ ബംസിൻ്റെ അവിടെയാണ്. അത്ര ഒരു പ്ലാസ്റ്റിക് അത്ര ക്വാളിറ്റി ഇല്ലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നല്ല കുഷനിങ് ഒക്കെ ഉള്ള നല്ല 2 ബമ്പേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഇയർ കപ്സാണ് കൊടുത്തിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ അതൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഓവറോൾ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു ബാഡ്ജ് കൊടുത്തിട്ടുള്ളത് സ്റ്റീലിലൊക്കെ എന്തോ ചെയ്തിട്ടുള്ള ഒരു ചെറിയ മെറ്റൽ ആയിട്ടുള്ള ബാഡ്ജിങ് ആണ്. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിനെന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ നല്ലൊരു റിവ്യൂ ഞാൻ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.